മുസ്ലിമാണ്, ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്നാണെങ്കിൽ ഇരു വിഭാഗവും ഒറ്റക്കൊറ്റക്കല്ല ഒന്നിച്ചു തന്നെ അതേ സൗദിയിൽ പോയി അതേ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള ആളുകളോട് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം പറഞ്ഞുകൂടെ? അവര് പറയുന്നത് മുഴുവൻ അംഗീകരിക്കാനല്ല, നമുക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇതാണ് ഈ ഉള്ളവൻ പറഞ്ഞത്. എന്തിനാ നമുക്ക് സൗദിയിലെ ശൈഖുമാര് നമ്മൾ തന്നെ തികഞ്ഞവരല്ലേ എന്ന് പറയുന്നവർ പോലും അതാ കിബാറുൽ ഉലമയുടെ കത്ത് ഞങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന പേരിൽ ഒരു മലയാളി അറബിയിൽ എഴുതി അയച്ച കത്താണ് സ്റ്റേജിൽ വായിക്കുന്നത്. ഞങ്ങൾക്കെന്തിന് ഗ്രാൻഡ് മുഫ്തിമാർ, ഞങ്ങൾക്കെന്തിന് വിദേശത്തെ പണ്ഡിതന്മാരുടെ മേലപ്പ് എന്ന് ചോദിച്ചവർ തന്നെയാണ് ഒരു മലയാളി അറബിയിൽ കൊടുത്തയച്ച കത്ത് വായിച്ച് കിബാറുൽ ഉലമയുടെ അംഗീകാരം ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്നത് വിരോധാഭാസമല്ലേ? ഞങ്ങൾക്കും അവരാണ് വലുതെന്ന് പറയലല്ലേ അതിന്റെ മറുവശം? അതേ, പല പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതുമ്പോൾ ചാടിക്കാരി ഗ്രാൻഡ് മുഫ്തിമാരുടെയും ഫതാവ ലജ്നത്തു ദായിമയുടെയും ഫത്വകൾ പിന്നെ എന്തിനാ കൊടുക്കുന്നത്? നമ്മളെക്കാൾ വിവരം കെട്ടവരുടെ മേലൊപ്പ് നമ്മുടെ ഫത്വയിൽ എന്തിന്? ചിന്തിക്കണ്ടേ? ശരിക്കും മനസ്സിലാക്കണ്ടേ നമ്മൾ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോഴും ഈ ഉള്ളവൻ അതിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം രമ്യതയുടെ കവാടങ്ങൾ കൊട്ടിയടക്കരുതേ, ഒരിക്കലും അത് ചെയ്യരുതേ. ഞാനതാ വിനയത്തോടെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോ ഇനി പിന്നീട് ശ്രവിക്കുന്നവരോ ആയ രാഷ്ട്രീയ നേതാക്കളോട് പോലും വിനയത്തോടെ ഒരു കാര്യം പറയുന്നു. ഞാൻ ബഹുമാനിക്കുന്ന ഒട്ടേറെ നേതാക്കളുള്ള സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവയിലൊക്കെയുള്ള മുസ്ലിമീങ്ങളായ ആളുകളോട് വളരെ വിനയത്തോടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു കുടുംബത്തിലെ പ്രശ്നമുള്ള കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ, പ്രശ്നമുള്ള ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ, പ്രശ്നമുള്ള ഒരു സംഘടനയുടെ യോഗങ്ങളിലേക്കോ സമ്മേളനങ്ങളിലേക്കോ നിങ്ങൾ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേകമായ സംസ്കാരമുണ്ട്. അതെന്താണ് എന്റെ നേതാക്കളെ? നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. സമുദായത്തിലുണ്ടാകുന്ന സ്പർദ്ധകളെ ഊതിക്കെടുത്തേണ്ടവരല്ലേ സമുദായ നേതാക്കളെ നിങ്ങളൊക്കെ? അതിന് മുൻകൈയെടുക്കേണ്ടവരല്ലേ നിങ്ങളൊക്കെ? അതിന് മധ്യസ്ഥം വഹിക്കേണ്ടി വന്നാൽ അതിന് വേണ്ടത് ചെയ്യേണ്ടവരല്ലേ നിങ്ങളൊക്കെ? ആ നിങ്ങളിൽപ്പെട്ട ചിലരൊക്കെ നിങ്ങളുടെയൊന്നും ഒരു പൂർണ്ണമായ സമ്മതത്തോടെ അല്ല എന്ന് എനിക്കറിയാം. ചിലരൊക്കെ സമ്മേളന നഗരിയിൽ വന്നിട്ട് ഒരു പക്ഷം ചേർന്നിട്ട് ചീഞ്ഞ ഭാഗം മുറിച്ചു മാറ്റിക്കോളോ എന്ന് പക്ഷം ചേർന്ന് സംസാരിക്കുമ്പോൾ വേദനയുണ്ട് നേതാക്കളെ. നിങ്ങളിൽ നിന്നത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നമുള്ളയിടത്ത് ചെന്നാൽ പക്ഷം ചാരിക്കൊണ്ട് എരുതിയിൽ എണ്ണയൊഴിച്ച് ആളിക്കത്തിക്കാനല്ലല്ലോ, സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് തണുത്ത വെള്ളമൊഴിച്ച് ശാന്തി ഉണ്ടാക്കേണ്ട നേതാക്കളല്ലേ നിങ്ങൾ? നിങ്ങൾക്കിടയിൽ പ്രശ്നമാണോ? പാപ്പയും മക്കളും തമ്മിൽ പ്രശ്നമാണോ? നേതാക്കളും അനുയായികളും തമ്മിൽ പ്രശ്നമാണോ? എവിടെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങളതൊക്കെ ഒന്ന് കൂടിയാലോചിച്ചുകൊണ്ട് ഒരു മസ്ലഹത്തിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മസ്ലഹത്തിന്റെ റോളിലല്ലേ സമുദായ നേതാക്കളെ നിങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ ആദരവോടെ പ്രതീക്ഷിക്കുന്നത്? അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ അത് നഷ്ടമല്ലേ സമുദായത്തിനുണ്ടാകുന്നത്? എല്ലാവർക്കും അതുകൊണ്ട് നഷ്ടമല്ലേ ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ നേതാക്കളെ ഉപദേശിക്കുകയാണെന്ന് ധരിക്കരുത്. വിനീതമായ ഈ വിനീതിന്റെ ഒരു അഭ്യർത്ഥന മാത്രമാണ്. നിങ്ങളൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അതേ മുസ്ലിമീങ്ങളോട് പ്രത്യേകിച്ച് പറയട്ടെ, നിങ്ങൾക്കും മന്യമല്ലല്ലോ ഈ വിഷയങ്ങളൊക്കെ. പരസ്പരം അതാ കൃത്യമായി രേഖകളല്ലേ സംസാരിക്കുന്നത്, സീഡികളല്ലേ സംസാരിക്കുന്നത്. നിങ്ങളും ഇതൊക്കെ നിങ്ങളുടെ തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ നിങ്ങളും ദീനിനെ കുറിച്ച് പഠിക്കണം. രാഷ്ട്രീയ ജീവിതം കൊണ്ട് ദീൻ അവസാനിക്കുന്നില്ലല്ലോ. നിങ്ങൾക്കും മരിച്ചു പോകണം, ഈ ഉള്ളവനും മരിച്ചു പോകണം, എല്ലാവർക്കും മരിച്ചു പോകണം. ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലും നമുക്കൊക്കെ ചെന്നു ചേരേണ്ട പരലോകത്ത് അവിടെയൊക്കെ നമുക്ക് കണക്ക് പറയേണ്ട നേതാക്കളെ. അതുകൊണ്ട് നിങ്ങളും വിഷയങ്ങളെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് ഈ കാര്യത്തിൽ നിങ്ങൾക്കാവുന്നത് നിങ്ങളും ചെയ്യണമെന്നാണ് വിനയത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ടതാ ഒരു സംഘട്ടനത്തിന്റെ പാത മുജാഹിദുകൾ ഒരിക്കലും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കതിന്റെ മാർഗം വേണ്ട. ഒരു കാര്യം നേതാക്കളോട്, രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരികയാണ്. അതേ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുനഃപ്രക്രിയ,
അല്ലെങ്കിൽ പുനഃസംഘടന എന്നൊക്കെയുള്ള പേരിലുള്ള പ്രവർത്തനങ്ങളും പിരിച്ചുവിടലുകളും അത് ശാഖാതലങ്ങളിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞ് മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാകുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അല്ലാ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പള്ളികളിൽ എന്തെല്ലാം കലാപങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? അതുകൊണ്ട് പ്രിയമുള്ള നേതാക്കളെ, നിലവിലുള്ള ഖതീബുമാരെ താഴേക്ക് വലിച്ചഴക്കുന്ന ഒരു പ്രവണതയിലേക്ക്, ഇമാമത്ത് നിൽക്കുന്നയാളെ പിരിച്ചുവിടുന്ന ഒരു പ്രവണതയിലേക്ക് ഇപ്പോഴെങ്ങനെ നടന്നു വരുന്നുവോ അതിൽ നിന്ന് മാറ്റം വരുത്തി ഒരു കലാപവും പ്രശ്നവും മഹല്ലുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് എന്റെ പൊന്നു നേതാക്കൾ എടുത്തു ചാടരുതേ. വിനയത്തോടെ അതാണ് ഈ ഉള്ളവൻ ഇപ്പോഴും പറയാനുള്ളത്. നാം ഒന്നാണ്, ഒരു ചോരയാണ്, ആദർശത്തിന്റെ ചോരയാണ്. പപ്പയും ഉമ്മയും മക്കളും ജ്യേഷ്ഠാനുജന്മാരും കുടുംബങ്ങളും നാം എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ആദർശത്തിന്റെ മാർഗത്തിൽ മുന്നേറുമ്പോൾ ഒരു ഖതീബിനെയും പിടിച്ചടക്കാൻ നാം കൂട്ടുനിൽക്കണ്ട, ആരെയും ഒഴിവാക്കണ്ട. വിഷയങ്ങൾ എന്താണോ ഉള്ളത് എല്ലാം കൃത്യമായി ആളുകൾ പഠിക്കട്ടെ. അതേ, അല്ലാത്ത നിലക്കുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന നിലക്കുള്ള ഒരു സമീപനങ്ങളിലേക്കും നമ്മുടേതായ പ്രവർത്തനങ്ങൾ, നമ്മുടേതായ തീരുമാനങ്ങൾ, നമ്മുടേതായ പ്രത്യേകമായ സർക്കുലറുകൾ കാരണമായി മാറരുത് എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ സമുദായ നേതാക്കളെ നിങ്ങൾക്കും ചെയ്യാനുണ്ടോ? അതുകൊണ്ട് അവർ ആവർത്തിച്ച് അതേ ഓർമ്മപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഉപദേശിക്കുകയോ അല്ല, വിനയത്തോടെ ഒരു മുജാഹിദിന്റെ അതല്ലെങ്കിൽ മുജാഹിദുകളുടെ മനസ്സിന്റെ നൊമ്പരം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അതേ, ഒരു കലാപത്തിന് പള്ളികൾ വേദിയായി കൂടാ, പള്ളികൾ പൂട്ടപ്പെട്ടുകൂടാ, മദ്രസകൾ പൂട്ടപ്പെട്ടുകൂടാ, പരസ്പരം നമ്മൾ തമ്മിലടിച്ചുകൂടാ. ശിർക്കില്ലാത്തവര് ശിർക്കിന്റെ പേരിലുള്ള ഈ ചർച്ച നിർത്തിവെക്കണം. ഒരു കൂട്ടർ നിർത്തിവെച്ചാ മറ്റേ കൂട്ടരും നിർത്തിവെക്കും. ഇത് നിർത്തിവെക്കാതെ ഇവിടെ ഇങ്ങനെ കലാപം കൊടുമ്പിരിക്കൊള്ളുകയാണ് സദസ്സുകളിൽ വെച്ച്. മറുപടിയും മറുപടിക്ക് മറുപടിയുമായി നീങ്ങുന്നത് കൊണ്ടാണ് ഈ ഉള്ളവൻ നിർത്തിവെക്കണം എന്ന് പറഞ്ഞ ചർച്ച ഇനി അതാ ഇവിടെ വെച്ച് തീരുന്നില്ലല്ലോ. അതേ, വിദേശ രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരുടെ മുമ്പിലും ഒന്ന് പോയിട്ട് നമുക്ക് ചർച്ച ചെയ്തുകൂടെ എന്ന വിനീതമായ ഒരാവശ്യം നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. പക്ഷേ അത് പറഞ്ഞതിന്റെ പേരിൽ ഈ സെക്കൻഡ് വരെയും ഞാൻ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മെയിലുകൾ എത്രയാണ് കൊട്ടക്കണക്കിന് എന്റെ അതേ അഡ്രസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഭീഷണി ഫോണുകൾ എത്രയാണ് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വിടുന്നു. ഒരൊറ്റ സ്നേഹിതന്മാരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. പലരും പലതും പറഞ്ഞു പരിഹസിക്കുന്നു. പല ക്ലിപ്പുകളും അവരുപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഹസിക്കുന്നു. പാട്ടും പാടി നടന്നാ പോരാ എന്ന് നാദാപുരത്ത് വച്ച് പണ്ടൊരു മുസ്ലിയാര്, കുബൂരി മുസ്ലിയാര് പറഞ്ഞതുപോലെ ചിലരൊക്കെ അടക്കം പറയുന്നു. ഇല്ല, പലതും കേട്ട് തഴമ്പിച്ചവര് കാതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ മാനസികമായ ഒരു വിഷമം തോന്നുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ റബ്ബിനോട് അതിന്റെ പരാതി പറയുന്നു എന്നല്ലാതെ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് അതേ ആരോപണങ്ങൾ തീരെ ഇതിനെപ്പറ്റി പറഞ്ഞുകൂടാ എന്ന അർത്ഥത്തിലുള്ളതൊന്നുമല്ല ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം നമ്മുടെ പ്രവർത്തന ഗോതയിലേക്ക് ശക്തമായി തന്നെ ഇറങ്ങിക്കോ. അനാഥരാണെന്ന് തോന്നരുത്, ഒരൊറ്റ മുജാഹിദിനും തോന്നരുത് നമ്മൾ അനാഥകളായി പോയല്ലോ, പെരുവഴിയിലായല്ലോ, എന്തു ചെയ്യും ഇനി എന്ന് തോന്നേണ്ടതില്ല. നാം അനാഥരല്ല. ഇന്നല്ലാഹ മഅനാ, അള്ളയുണ്ട് നമ്മുടെ കൂടെ, പടച്ച റബ്ബിന്റെ കാവലുണ്ട്. മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന QHL സംവിധാനങ്ങൾ നിന്നു പോകരുത്, പ്രോഫ്കോണുകൾ നിന്നു പോകരുത്, ഹൈസക്കുകൾ നിന്നു പോകരുത്, ഇൻസൈറ്റുകൾ നിന്നു പോകരുത്. അതേ, ഒരു സംരംഭങ്ങളും നിന്നു പോകരുത്. എല്ലാം നടക്കണം. താൽക്കാലികമായി ഒരു സ്ഥലത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ
എവിടെയാണ് ഒരു മഹല്ലിൽ നടത്താൻ പറ്റുക എങ്കിൽ മുടങ്ങാതെ നടന്നോളണം. ദഅവത്ത് നിന്ന് പോകാൻ പാടില്ല. ദഅവത്ത് ഒരിക്കലും നമുക്ക് നഷ്ടമായി കൂടാ. കാരണം എന്തെന്നല്ലേ, നമുക്ക് മടങ്ങിപ്പോകാനുള്ളത് പരലോകത്തേക്കാണ്. അവിടെ നമ്മുടെ കണക്ക് ചോദിക്കുന്ന നേരത്ത് റബ്ബേ ഞങ്ങൾ ഈ പ്രയാസം കണ്ടപ്പോ നിരാശപ്പെട്ട് പിന്മാറി എന്ന് മറുപടി പറഞ്ഞാൽ അല്ലാഹു വിടില്ലല്ലോ. ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് കൃത്യമായി ഒരാളാണെങ്കിലും നിർവഹിച്ചോളണം. അതേ, ഒരാളാണെങ്കിലും നിർവഹിച്ചോളണം. മുടങ്ങാതെ അത് നിർവഹിച്ചോളണം. ശക്തമായ നിലക്ക് തന്നെ ദഅവത്തിൽ മുന്നോട്ട് പോകണം. ഒരു നിലക്കും പിന്മാറിപ്പോകാൻ നമുക്ക് പാടില്ല. കാരണം എന്തെന്നല്ലേ, ആരെതിർത്താലും ഈ എതിർക്കുന്ന ആളുകൾ നാളെ രക്ഷക്ക്, നാളെ പരലോകത്ത് വരാനില്ലല്ലോ. ഒരു ബാപ്പക്കും മകൻ രക്ഷക്കില്ല, ഒരു മകനും ബാപ്പ രക്ഷക്കില്ല. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഒരു സന്താനത്തിനും പിതാവോ ഒരു പിതാവിനും സന്താനങ്ങളോ ഉപകരിക്കാത്ത, പ്രയോജനപ്പെടാത്ത ഒരു ദിവസത്തെ പേടിച്ചോളണം ജനങ്ങളെ എന്നാണ് അല്ലാഹു പറയുന്നത്. അവിടെ നമുക്ക് മറുപടി പറയാൻ സാധിക്കണം. അധാർമികതകൾ ഇവിടെ പെരുകുകയാണ്. ലഹരിയും സെക്സും പെരുകുകയാണ്. പലിശയുടെ നീരാളിപ്പിടുത്തം വർദ്ധിക്കുകയാണ്. പ്രിയമുള്ള മുസ്ലിമേ, ഒരൊറ്റ ചെറുപ്പക്കാരനും നമ്മളിൽ എന്ത് ചെയ്യണം എന്നൊരു അനാഥത്വം തോന്നരുത്. അതേ, ശക്തമായി മഹല്ലുകളിൽ പ്രബോധന രംഗത്ത് നിങ്ങൾ ഉണ്ടാകണം. ഞങ്ങളുടേതാണ് പള്ളി, ഞങ്ങളുടേതാണ് മദ്രസ. അതെ, അത് നമ്മുടേത് തന്നെയാണ്. അവിടെ കലാപം വേണ്ട, അത് നമ്മുടേതാണ്. നമ്മുടെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കണം, നമ്മുടെ പള്ളിയിൽ ജുമാ മുടങ്ങരുത്, നമ്മുടെ പള്ളിയിൽ ക്ലാസുകൾ നടക്കണം, നമ്മുടെ നാട്ടിൽ ഇസ്ലാമികമായ ചർച്ചകൾ നടക്കണം, പ്രബോധന സംരംഭങ്ങൾ നടക്കണം. അതിനേതെങ്കിലും ഒരു പേരിൽ സംഘടിപ്പിക്കുന്നതിന് തടസ്സമാണെങ്കിൽ പേരിൽ എന്തിരിക്കുന്ന സഹോദരാ, നമുക്ക് ആശയം ജനങ്ങളോട് പറഞ്ഞാൽ പോരെ? അത് കൃത്യമായി കേൾക്കാൻ ആളുകളില്ലേ? ഉമ്മമാര് തയ്യാറല്ലേ? ഉപ്പമാര് തയ്യാറല്ലേ? യുവാക്കൾ തയ്യാറല്ലേ? അതേ, വിദ്യാർത്ഥി ലോകം തയ്യാറല്ലേ? ബാലലോകം തയ്യാറല്ലേ? അതേ, വളരെ കൃത്യമായി തന്നെ ഇസ്ലാമിനെ പഠിക്കാനും അത് ഈ സമൂഹത്തിലേക്ക് നിലനിർത്താനും നമ്മൾ തയ്യാറാകണം. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ നിസ്കാരത്തിൽ കൃത്യതയുണ്ടാകണം. അതേ, 5 നേരം അത് കൃത്യമായി തന്നെ നമ്മൾ നിസ്കരിക്കണം. സുന്നത്തുകളോട് നിഷ്ഠ വേണം. ആര് പരിഹസിച്ചാലും കളിയാക്കിയാലും, എത്ര ഹദീസുകളെ ബുഖാരിയെ തന്നെയും വാരി വലിച്ചു കൊട്ടയിലേക്ക് ഇടുമെന്ന് പറഞ്ഞാലും, എന്ത് തന്നെ പറഞ്ഞാലും കുലുങ്ങണ്ട. ഈ ആദർശത്തിന്റെ കൈത്തിരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തമായി തന്നെ പ്രവർത്തന ഗോതയിൽ നിന്നോളണം. അള്ളാന്റെ സഹായമുണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാം വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെടുന്ന നേരത്ത് സ്വീകരിക്കാൻ പാർട്ടി ഓഫീസുകളില്ല, സ്വീകരിക്കാൻ ആരാധനാലയങ്ങളില്ല, സംഘടനയില്ല, അനുയായികളില്ല. പക്ഷേ ഇന്ന് നമുക്ക് ശക്തമായ നിലയ്ക്ക് തന്നെ ഈ ആദർശം കേൾക്കാനും സഹായിക്കാനും, എത്ര രൂപ മുടക്കിയിട്ട് സംഘടിപ്പിക്കാനും, എത്രായിരം ആളുകൾ വന്ന് ഒത്തുചേർന്നുകൊണ്ട് ഈ ദീനിന്റെ സദസ്സ് വിജയിപ്പിക്കുവാനും തയ്യാറുള്ള ആളുകളുള്ളേ ഉണ്ടല്ലോ. ശക്തമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് അതേ ദഅവത്ത് കൃത്യമായി നടക്കണം. ശാഖകൾ തൊട്ട്, മണ്ഡലങ്ങൾ തൊട്ട്, ജില്ലകൾ തൊട്ട്, സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെയും എല്ലാ രംഗത്തും ശക്തമായി അതാ ഈ പ്രമേയം ചർച്ച ചെയ്യപ്പെടണം. മതം സുരക്ഷയാണെന്ന് പഠിപ്പിക്കപ്പെടണം, സുരക്ഷിതത്വം അതിലാണെന്ന് പഠിപ്പിക്കപ്പെടണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഈമാനോടെ മരിക്കാനാവണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. ഇതെന്റെ എല്ലാ ശ്രോതാക്കളും മനസ്സിൽ കൊണ്ട് നടക്കണം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅനാ അഅ്ബുദുക വഅനാ അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ നേതാവായിട്ട് അറിയപ്പെടുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന അതിന്റെ
വശം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ, ആരെങ്കിലും ഈ ഇസ്തിഗ്ഫാർ അതിന്റെ ആശയം ശരിക്കും ഗ്രഹിച്ചുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൃഢമായി വിശ്വസിച്ചുകൊണ്ടതാരെങ്കിലും പകൽ സമയത്ത് പറയുകയും ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയാ, അവൻ അന്ന് വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് ആ പകലിൽ തന്നെ ഈ പ്രാർത്ഥന നിർവഹിച്ച മനുഷ്യനങ്ങ് മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശി തന്നെ. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വമൻ ഖാലഹാ മിനൽ ലൈലി, ഇനി ആരെങ്കിലും രാത്രിയിൽ ഇത് പറഞ്ഞാൽ വഹുവ മൂഖിനും ബിഹാ, അതിൽ പറയുന്ന ആശയത്തെ ദൃഢമായി മനസ്സിൽ ഉറപ്പിച്ചതിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് അതേ ആരെങ്കിലും അത് രാത്രി സമയത്ത് പറയുകയും ഫമാത ഖബ്ല അൻ യുസ്ബിഹ, അതേ പ്രഭാതമാകുന്നതിന്റെ മുമ്പ് ആ മനുഷ്യനങ്ങ് മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗാവകാശി തന്നെ. അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിമേ, മുസ്ലിമത്തെ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ദുആ അർത്ഥസഹിതം തെറ്റുകൂടാതെ നിങ്ങൾ പഠിക്കണം, അതിന്റെ ആശയം ഗ്രഹിക്കണം. പകൽ സമയത്ത് മറക്കാതെ ചൊല്ലണം, രാത്രിയിലും ചൊല്ലണം. നമ്മുടെയൊക്കെ അന്ത്യം ഏതെങ്കിലും ഒരു പകലിലോ ഒരു രാത്രിയുടെ സമയത്തോ അല്ലേ സംഭവിക്കുക. മരിക്കുമ്പോൾ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശി തന്നെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ആ രൂപത്തിൽ മരിച്ചു പോകാൻ നമുക്ക് സാധിക്കണമെന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന ഒട്ടേറെ അദ്കാറുകളുണ്ട്, ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം നടക്കട്ടെ. സുന്നത്ത് നിസ്കാരങ്ങൾ പുരുഷന്മാരെ നിങ്ങളുടെ വീടുകളിൽ നടക്കട്ടെ. അതാണ് വീടിന് ബറക്കത്ത്, അതാണ് വീട്ടിന് ഐശ്വര്യം. ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് കയറൂ, ശൈത്താന്റെ ഉപദ്രവം ഇല്ല. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കൂ, ശൈത്താൻ കൂടെ കഴിക്കില്ല. വലത് കൈ കൊണ്ട് കഴിക്കൂ, വലത് കൈ കൊണ്ട് കൊടിക്കൂ. ആർക്കരോചകമാണെങ്കിലും പടച്ച റബ്ബിനതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ഏതെല്ലാം നിയമങ്ങൾ പാലിക്കണോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നെറ്റ് യുഗങ്ങളിൽ ഏറ്റവും പ്രയാസപ്പെടുത്തപ്പെടുന്നത് നിങ്ങളുടെ സമൂഹമാണ്, സ്ത്രീ സമൂഹമാണ്. മൊബൈൽ കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, ദാമ്പത്യ തകരാറുകളുണ്ട്, മാതൃപിതൃബന്ധങ്ങളുണ്ട്, മക്കൾ വഴിവിട്ടു പോകുന്നുണ്ട്. അതേ ബിസ്മില്ല ചൊല്ലി തുറക്കാൻ കഴിയാത്ത ഒരൊറ്റ സൈറ്റിലേക്കും ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നെറ്റ് ഉപയോഗിക്കുന്നവരെ ഒരാളും കടന്നു കയറിപ്പോകരുത്. ബിസ്മി ചൊല്ലി വായിക്കാൻ കഴിയാത്തത് വായിക്കണ്ട, ബിസ്മി ചൊല്ലി വായിക്കാനാവാത്തത് കടന്നു കയറി കാണണ്ട, പ്രചാരകരാവണ്ട. ചതിക്കുഴികളാണ്, സൂക്ഷിച്ചോളണം. അതേ നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമാവണം, ഉമ്മയെയും ഉപ്പയെയും ബഹുമാനിക്കുന്ന മക്കളാകണം. ലോകത്തുള്ള അന്താരാഷ്ട്ര ലോകത്ത് ജീവിക്കുന്ന ആളുകളുമായി മണിക്കൂറുകളോളം തന്റെ ചാറ്റ് റൂമിൽ വെച്ച് സംസാരിക്കുകയും സ്വന്തം വീട്ടിൽ കൂനിക്കൂടി കഴിയുന്ന പ്രായമായ ഉമ്മയോടൊരു വാക്ക് പറയാൻ നേരം കാണാത്ത യുവതലമുറ, പ്രായമുള്ള ഉപ്പയോടൊന്ന് നോക്കി 5 മിനിറ്റ് സംസാരിക്കാൻ സമയം കാണാത്ത ലോകമതാ. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള അതേ പെണ്ണിനോട് അതേ മണിക്കൂറുകളോളം സംസാരിക്കുന്നു. പലരുമായും ചാറ്റ് റൂമിൽ വെച്ച് സംസാരിച്ച് അതേ സാംസ്കാരിക രംഗത്തതാ ചീറ്റ് ചെയ്യപ്പെടുന്നു. പല ഫേസ്ബുക്കുകളിലും പോയിട്ടതാ ഫേസ് കെട്ടുപോകുന്നു, മുഖം കെട്ടുപോകുന്നു, അന്തസ് നശിച്ചു പോകുന്നു. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, വേഷവിധാനം തൊട്ട് സർവകാര്യങ്ങളിലും നിങ്ങളുടെ സ്ത്രൈണത എന്ന അന്തസ് നിങ്ങൾ കാത്തു സൂക്ഷിച്ചോളണം.
ലൈംഗികാതിക്രമങ്ങൾ, പീഡനക്കേസുകൾ, വധശിക്ഷ വേണം എന്ന് തന്നെ അതാ പല എഴുത്തുകാരികൾക്കും തോന്നിപ്പോയ ഒരു കാലഘട്ടമാണ്. പക്ഷേ വർമ്മ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് വധശിക്ഷ വേണ്ട എന്ന് തന്നെയാണ്. ഓ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള മാനസിക രോഗികൾ ഈ സമൂഹത്തിൽ ജീവിച്ചിട്ടെന്താ കാര്യം? അതുകൊണ്ടല്ലേ ഇസ്ലാം ഇതിനൊക്കെ കണക്കിനുള്ള ശിക്ഷ നിശ്ചയിച്ചത്. അതുകൊണ്ടല്ലേ ജീവിതത്തിന് സമാധാനമുണ്ടാവുകയുള്ളൂ. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന മുഴുവൻ ബുദ്ധിജീവികളോടും വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? ശരിക്കും എടുക്കേണ്ട പ്രതിക്രിയാ നടപടികൾ, എടുക്കേണ്ട കുറ്റത്തിന് എടുക്കേണ്ട രൂപത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ജീവിതം ശാന്തമായി ഒഴുകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ശാന്തി വേണോ? സമാധാനം വേണോ? വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടത്ര അളവിൽ തന്നെ, വേണ്ടത്ര രൂപത്തിൽ, വേണ്ടത്ര സമയത്ത് തന്നെ ചെയ്തേക്കണം എന്ന സന്ദേശമല്ലേ പരിശുദ്ധ ഖുർആൻ സുരക്ഷിതത്വത്തിന് വേണ്ടി പറയാനുള്ളത്. അതാണ് എനിക്ക് എന്റെ ഉമ്മമാരോട്, പ്രിയമുള്ളവരോട്, സഹോദരീ സഹോദരങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടമായി കൂടാ. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിൽ പോലും വരാത്ത മക്കളായി കൂടാ. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എനിക്ക് പൊറുത്തു തരണേ റബ്ബേ, എന്റെ മാതാപിതാക്കൾക്കും പൊറുക്കണേ അല്ലാ എന്ന് വിലപിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മക്കളല്ലേ നമുക്ക് വേണ്ടത്. അല്ലാഹ് നമുക്ക് നൽകുമാറാകട്ടെ. അതിന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ MSMനെ ഏൽപ്പിക്കൂ. യുവാക്കളെ ISMലേക്ക് ചേർച്ചേരൂ. അതേ ഇസ്ലാമികമായ മാർഗങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായി ഗ്രാമാന്തരങ്ങളിൽ അലയടിക്കട്ടെ. നമ്മുടെ ശബ്ദം ഒരാൾക്കും എതിരല്ല. നമ്മുടെ ശബ്ദം അസത്യത്തിനെതിരാണ്, അനീതികൾക്കെതിരാണ്, അധർമ്മങ്ങൾക്കെതിരാണ്, അശ്ലീലതകൾക്കെതിരാണ്, അരാജകത്വങ്ങൾക്കെതിരാണ്, അസമാധാനത്തിനെതിരാണ്, ശാന്തിയില്ലായ്മക്കെതിരാണ്. ഒരു നേതാക്കൾക്കും എതിരല്ല. KNMനെതിരല്ല. നാം KNMകാരാണ്. ഏത് KNM എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെ, ഇന്നോ ഇന്നലെയോ അല്ലല്ലോ KNM ഉണ്ടായത്. ഞാൻ നിങ്ങളെ ഒരു കാര്യം എടുത്ത് കാണിക്കട്ടെ. ഞാനൊക്കെ ജനിക്കുന്നതിന്റെ ഒരു 15 കൊല്ലം മുമ്പ് അതേ എഴുതി വിട്ടിട്ടുള്ള ഒരു അൽമനാറിന്റെ പുസ്തകം 1 ലക്കം 1516 1950 നവംബർ 20 അതേ ഒരു ഹെഡിങ് കേട്ടോ, കേരള നദുവത്തുൽ മുജാഹിദീൻ. ഈ കേരള നദുവത്തുൽ മുജാഹിദീനിൽ ഞാനുണ്ടോ, നിങ്ങളുണ്ടോ, സർവ മുജാഹിദുകളുമുണ്ടോ? ഒരു നേതാക്കളെയും നമ്മൾ എതിർക്കൂല, ഒരു നേതാവിനോടും നമ്മൾ അനുസരണക്കേട് കാണിക്കൂല. സ്ഥാപിത കാലത്തുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ എന്താണ് സ്ഥാപിത കാലത്തുള്ള ലക്ഷ്യം? കേട്ടോ നിങ്ങൾ, ഞാനിതിൽ നിന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. കേരളത്തിൽ ഖുർആനും സുന്നത്തും അറബി സാഹിത്യവും പ്രചരിപ്പിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൂരീകരിക്കുവാൻ ശ്രമിക്കുന്നവർ തങ്ങളുടെ പ്രവർത്തനം സുസംഘടിതമായി നിർവഹിച്ച് അല്ലാഹുവിന്റെ കലിമത്ത് ഉയർത്തുവാനായി കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ ഒരു സംഘം ഹിജ്റ 1369 റജബ് 2-ാം തീയതി സ്ഥാപിച്ച വിവരം അൽമനാർ മുഖേന വായനക്കാരി അറിഞ്ഞിരിക്കുമല്ലോ. സ്ഥാപിച്ച കൊല്ലത്തിലിറങ്ങിയ അൽമനാർ. ഇനി അതിന്റെ കേട്ടോളൂ വളരെ ശ്രദ്ധിച്ച്. ഈ സമ്മേളനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ മുജാഹിദിന്റെയും മുജാഹിദത്തുകളുടെയും മനസ്സിൽ ഈ വരി നിങ്ങൾ താലോലിച്ചു കൊണ്ട് നടന്നു. അതേ, സ്ഥാപകാലത്തുള്ള നേതാക്കന്മാര് പറയുന്നു, ഇന്ന് രാവിലെ അൽമനാർ ഓഫീസിൽ വെച്ച് ചേർന്ന അതിന്റെ നിർവാഹക സമിതി യോഗത്തിൽ താഴെ എഴുതുന്ന തീരുമാനങ്ങൾ ചെയ്തിരിക്കുന്നു. 1. വരുന്ന റബീഉൽ അവ്വൽ 1-ാം തീയതി മുതൽ ജുമാദുൽ ഊല അവസാനം വരെയുള്ള 3 മാസക്കാലത്തിൽ സംഘത്തിലേക്ക് അംഗങ്ങളെ ചേർക്കുവാനായി താഴെ പേരെഴുതുന്നവരെ അധികാരപ്പെടുത്തുകയുണ്ടായി. സ്ഥാപിത കാലത്തുള്ള നേതാക്കളെ കേട്ടോ. 1. ആരാ? KNMന്റെ പ്രസിഡന്റ് ജനാബ് KM മൗലവി സാഹിബ് റഹിമഹുല്ലാ.
വൈസ് പ്രസിഡന്റ് ജനാബ് മൗലവി വി സയ്യിദ് ഹാജി റഹിമഹുല്ലാ, സെക്രട്ടറി അബ്ദുസ്സലാം ബിൻ മുഹമ്മദ് അതേ റഹിമഹുല്ലാ, അവരെ കുറിച്ച് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഹിമഹുല്ല ഇതിലുള്ളതല്ല, ഇതങ്ങ് ജീവിച്ചിരിക്കുന്ന അന്നത്തെ നേതാക്കളെ കുറിച്ച് പറയുകയാണ്. കെ ഉമർ മൗലവി സാഹിബ് റഹിമഹുല്ലാ, 5 ഇ കെ മൗലവി സാഹിബ് റഹിമഹുല്ലാ, 6 എം കുഞ്ഞോയി വൈദ്യർ സാഹിബ് റഹിമഹുല്ലാ, അംഗങ്ങളായി ചേരുവാൻ ഉദ്ദേശിക്കുന്ന മാന്യന്മാർ കേട്ടോ. KNM-ന്റെ സ്ഥാപിത ലക്ഷ്യം കേട്ടിട്ട് തീരുമാനിച്ചോ മുജാഹിദേ, ഞാനും നിങ്ങളുമൊക്കെ KNM-ൽ തന്നെയാണോ അല്ലേ എന്ന് തീരുമാനിച്ചോ. ഒരു കടലാസിൽ പിരിച്ചുവിടപ്പെട്ടത് കൊണ്ട് KNM-ൽ നിന്ന് പുറത്തു പോകുമോ? ആലോചിച്ചോ മുജാഹിദേ, എന്താണ് പ്രതിജ്ഞ ചെയ്യേണ്ടത്? അംഗങ്ങളായി ചേരുവാൻ ഉദ്ദേശിക്കുന്ന മാന്യന്മാര് താഴെ എഴുതുന്ന പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേട്ടോ പ്രതിജ്ഞ. അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചു കൊള്ളാമെന്നും കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ ഒരു അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മുജാഹിദേ, ഓ മുജാഹിദത്തുകളെ, പറയൂ നിങ്ങൾ KNM-ലില്ലേ? പറയൂ നിങ്ങൾ KNM-ലില്ലേ? 1950 സ്ഥാപിത കൊല്ലത്തിൽ പറയുന്നു. എന്താണ് നമ്മുടെ നയം? നാം നേതൃത്വത്തെ ധിക്കരിക്കുന്നവരാണോ? നാം നേതാക്കളെ അനുസരിക്കാത്തവരാണോ? പലരും ചോദിക്കുന്നു, നിങ്ങൾക്കെന്ത് ദീന്? അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ, നേതാക്കളെയും അനുസരിക്കണം എന്ന് പറഞ്ഞത് മൗലവിമാരെ, പ്രഭാഷകന്മാരെ നിങ്ങളൊന്നും കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരില്ലേ? KM മൗലവി സാഹിബ്, അതേ ഉമർ മൗലവി സാഹിബ്, അതേ അബ്ദുസ്സലാം മൗലവി, അതുപോലെ തന്നെ സയ്യിദ് മൗലവി, അതുപോലെ തന്നെയുള്ള എല്ലാ ആളുകളും ഈ ആയത്ത് കണ്ടവര് തന്നെയാണ്. പക്ഷേ അവര് പ്രതിജ്ഞ ചെയ്യുമ്പോ ഞങ്ങളെ നേതാക്കന്മാര് പറയുന്നതൊക്കെ ഞങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊള്ളാമെന്ന്, സംഘത്തിൽ അച്ചടക്കത്തോടെ ജീവിച്ചോളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നല്ല. സ്ഥാപിത കൊല്ലത്തിൽ തന്നെ നമ്മുടെ നേതാക്കൾ, അതേ KM മൗലവി പ്രസിഡന്റും അബ്ദുസ്സലാം മൗലവി സെക്രട്ടറിയുമായി കൊണ്ട് നമ്മളോട് പറഞ്ഞ അന്നത്തെയുള്ള പ്രതിജ്ഞ എന്താണ്? അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചു കൊള്ളാമെന്നും. ഇനി കേട്ടോ, ആ വാചകം പഠിച്ചു മനഃപ്പാഠമാക്കി വെച്ചോ. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ ഒരു അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്പോഴും ഈ ഉള്ളവനും പ്രതിജ്ഞ ചെയ്യുന്നു. സർവരും അതല്ലേ പ്രതിജ്ഞ ചെയ്യുന്നത്? അതാണ് മുജാഹിദ് പ്രസ്ഥാനം, അതാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. അതിൽ നിന്ന് വഴിമാറിപ്പോകരുത് നേതാക്കളെ, അതിൽ നിന്ന് വഴിമാറിപ്പോകല്ല, അതിൽ നിന്ന് വഴിമാറിപ്പോകല്ല അണികളെ, അതിൽ നിന്ന് വഴിമാറിപ്പോകരുത് നേതാക്കളെ. ഇതാണ് എല്ലാവരോടും, അതേ അതിൽപ്പെട്ടവരണി എന്ന നിലയ്ക്ക് എന്നോടും അതുപോലെ തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന നേതാക്കളോടും എല്ലാവരോടും ഉണർത്താനുള്ളത്. നമുക്കൊന്നാകണം, നമുക്കിടയിൽ ശത്രുത വേണ്ട. ശിർക്ക് നമുക്കിടയിൽ ഇപ്പോൾ രംഗത്തില്ല. നാം ശിർക്ക് ചെയ്യുന്നില്ല, ഒരു ജിന്നിനോടും തേടുന്നില്ല, ഒരു മലക്കിനോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, ഉഴക്കരയിലും തേടുന്നില്ല, വിജനസ്ഥലത്തും തേടുന്നില്ല. സാങ്കല്പിക ചോദ്യമുണ്ടാക്കിയിട്ട് അതേ അതിന്റെ പിന്നാലെ നടക്കണ്ട. ഒരു സ്ഥലത്തും നമുക്ക് തേടാൻ റബ്ബല്ലാതെ വേണ്ട. എവിടെ വെച്ചും യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ് എന്നല്ലാതെ നമുക്കൊരു വിളിയില്ല. പടച്ച റബ്ബിനോട് തന്നെയാണ് നമുക്കെല്ലാം പറയാനുള്ളത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇസ്ലാമികമായി അതാ ഇതിന്റെ സ്ഥാപിത കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കൾ എന്തൊരു ആദർശത്തിൽ ഇതിനെ കെട്ടിപ്പടുത്തോ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആ കാര്യങ്ങൾ ഈ സമൂഹത്തോട് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കണം, പഠിക്കണം. ഇസ്ലാഹ് മാസിക നിങ്ങൾ വായിക്കണം, അതിന്റെ പ്രചാരകരാവണം. അതേ
തൗഹീദി രംഗത്ത് ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൽ മറ്റു നിലക്കുള്ള താല്പര്യങ്ങളില്ലാതെ പ്രമാണത്തോടൊപ്പം നിൽക്കുന്ന കാലത്തൊക്കെയും എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും നിങ്ങൾ നെഞ്ചിലേറ്റി വളർത്തി താലോലിക്കണം, പ്രചരിപ്പിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതേ എല്ലാ രംഗത്തും കെട്ടുറപ്പോടുകൂടി, അതേ സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി ഒരുമയുടെ ശബ്ദമാണ്. നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല, മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കേണ്ടവരല്ല. നാം ഒന്നാണ്. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. മുറുകെ പിടിച്ചു ഒന്നയിക്കോ. എന്തിനാ മുറുകെ പിടിക്കേണ്ടത്? ബുദ്ധിയിലല്ല, യുക്തിയിലല്ല. ബിഹബിലില്ലാ, അല്ലാഹുവിന്റെ പാശം, അതിൽ മുറുകെ പിടിച്ചോ. ആദർശത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതേ ഒരുമയോടെ മുന്നേറണേ എന്ന് മാത്രം ഈ ഉള്ളവരോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ റബ്ബുൽ ആലമീൻ അന്തസ്സോടെ ജീവിച്ച്, അന്തസ്സോടെ ഈ ആദർശ രംഗത്ത് ജീവിച്ച്, ഈ ആദർശത്തിലായിക്കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പിരിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രയോ ആളുകൾ ദുആയിരക്കണം എന്ന് വസിയത്ത് പറഞ്ഞവരുണ്ട്. അതേ ഈ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ട്. ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവരുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്, തിയേറ്ററുകളിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുന്നവരുണ്ട്. അതേ ഒരുപാട് മനപ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടക്കണിയിൽ അകപ്പെട്ടവരുണ്ട്, ദാരിദ്ര്യ അകപ്പെട്ടവരുണ്ട്, മക്കൾക്ക് അനുയോജ്യമായ ഭർത്താക്കന്മാരെ കിട്ടാത്തത് കാരണത്താൽ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതേ ഒരുപാട് തർക്കങ്ങളുടെ പേരിൽ ഭിന്നിച്ചു കഴിയുന്നവരുണ്ട്. സർവശക്തനായ റബ്ബ് എല്ലാവർക്കും അതേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രഭാഷകന്മാർ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആദർശത്തിന്റെ അതേ കൈത്തിരിയെന്നും ആവേശത്തോടെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന നമ്മിലെ പ്രായമുള്ള എത്രയോ കാരണവന്മാരുണ്ട്, ഉമ്മമാരുണ്ട്, തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് റബ്ബേ നീ ഏറ്റവും വലിയ അന്തസ്സ് നിലനിർത്തി തരണേ എന്ന് പതിരാവുകളിൽ പ്രാർത്ഥിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അതുകൊണ്ട് ആ അന്തസ്സ് നിങ്ങൾ ഏറ്റെടുക്കണേ, ആ അന്തസ്സിന്റെ പ്രബോധകരാവണേ. ആ അന്തസ്സതാ നിങ്ങൾ ചെന്നു ചേരുന്ന, നിങ്ങൾ താമസിക്കുന്ന മഹല്ലുകളിൽ ശക്തമായി തന്നെ അത് ഉയർത്തിപ്പിടിക്കണേ. അതേ അവസാന ശ്വാസം നിലക്കുവോളവും ഈ ആദർശത്തിന്റെ വക്താക്കളാണ്. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാനുണ്ടോ? ദുഃഖിക്കരുത് മക്കളെ, നിന്ദിതരാവരുത്, ദുഃഖഭാരം പേറിക്കൊണ്ട് നടക്കരുത്. അതേ അവഗണനയാണെന്ന് തോന്നരുത്. റബ്ബുണ്ട് സഹായത്തിന്. ആ ബോധത്തോടെ പ്രാർത്ഥനയോടെ മടങ്ങിപ്പോയിക്കോ. വാഹനങ്ങളിൽ കയറുമ്പോൾ ഈ വാഹനത്തെ ഞങ്ങൾക്ക് മെരുക്കി തന്ന, കീഴ്പ്പെടുത്തി തന്ന നാഥനോട് തസ്ബീഹ് ചൊല്ലിക്കോ. സുബ്ഹാനല്ലദീ سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في هذا السفر البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു പോയിക്കോ. നമുക്ക് വിദ്വേഷമില്ല, നമ്മുടെ മനസ്സിൽ ശാന്തിയാണ്, ദിക്റാണ് നമുക്കുള്ള പ്രതീക്ഷ. നാഥാ നിന്റെ തൗഹീദിന് വേണ്ടി എന്ത് കേട്ടാലും ഈ തൗഹീദിന്റെ കൊടി ഞങ്ങൾ താഴെ വെക്കില്ല. ഒറ്റക്കാണെങ്കിലും ഉറച്ചു നിന്നുകൊണ്ട് ആദർശ രംഗത്ത് ഞങ്ങൾ പോരാടും നാഥാ. റബ്ബിനോട് മനമുരുകിക്കൊണ്ട് തേടിക്കൊണ്ട് പ്രവർത്തന ഗോതയിൽ സജീവമാകണേ. അല്ലാഹു നമ്മുടെ രക്ഷക്കുണ്ടാകും, പടച്ച റബ്ബിന്റെ കാവലുണ്ടാകും. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം
അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എവിടെ വെച്ച് നമ്മൾ മരിക്കുകയാണെങ്കിലും ഈമാനോടെ റബ്ബ് നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കൂടെ സന്തോഷത്തോടെ നമുക്കും അവർക്കും സ്വർഗലോകത്ത് ഒന്നിച്ചു ചേരാൻ സർവശക്ത നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.